ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത് 1931 നവംബർ 1-നാണ്. എൻഡ് ചെയ്യുന്നത് 1932 ഒക്ടോബർ 2-നും. അപ്പം ഈ ഒരു സത്യാഗ്രഹത്തിനുള്ള റീസൺ എന്ന് പറയുന്നത് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ക്ഷേത്ര പ്രവേശനം വേണമെന്നാണ് പറയുന്നത്. അല്ലാതെ ആ ഒരു നമ്മളിപ്പോൾ വൈക്കം സത്യാഗ്രഹം പഠിക്കുമ്പോൾ ആ ഒരു വഴിയിലൂടെ നടക്കണം എന്നാണല്ലേ പഠിക്കുന്നത്. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം വേണമെന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ഗുരുവായൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ മലബാറിൽ പൊന്നാനി താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലബാറൊക്കെ അന്ന് മദ്രാസിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടന KPCC ആണ്, അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. 1931 മെയ് 3, 4, 5 തീയതികളിൽ വടകരയിൽ KPCC സമ്മേളനം നടക്കുകയാണ്. ആ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് സെൻഗുപ്തയാണ്. ഇത് 5ാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എന്ന് അറിയപ്പെടും. ഈ ഒരു സമ്മേളനത്തിൽ വെച്ച് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് പാസ്സാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രമേയം വഴി എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണം എന്നാണ് പറയുന്നത്. അപ്പം കേളപ്പൻ അടുത്തതായിട്ട് ഈ ഒരു എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കുന്നതെന്നോ അതുവരെ കിഴക്കേ നടയിൽ സത്യാഗ്രഹം നടത്താൻ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു വടകര സമ്മേളനം കഴിഞ്ഞ പാടൊന്നും നടത്തുന്നില്ല. 6 മാസത്തിലത്തെ ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവർണർക്ക് ഇടയിൽ ഒരു ഹിതപരിശോധന നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു എല്ലാ ഹിന്ദുക്കളും കയറുന്നതിൽ അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഹിതപരിശോധന. അപ്പം ഈ ഒരു ഹിതപരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് കേളപ്പൻ, AKG, മൊയ്യരത്ത് ശങ്കരൻ എന്നിവരാണ്. ഈ ഒരു ഹിതപരിശോധന കഴിയുമ്പോൾ 77% ഈ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹിതപരിശോധന വിജയമാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു ഫലം INCക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ ടാഗോറും അതുപോലെ തന്നെ ഗാന്ധിജിയും സാമൂതിരിയോട് 1931 സെപ്റ്റംബർ 25 ക്ഷേത്രപ്രവേശന ദിനമായിട്ട് ആചരിച്ച് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രം തുറന്നു കൊടുക്കാൻ ഇങ്ങനെ പറയുകയാണ്. അതായത് ഹിതപരിശോധനയൊക്കെ വന്ന് അത് പോസിറ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും എല്ലാ ഹിന്ദുക്കൾക്കും ഇങ്ങനെ ക്ഷേത്രം തുറന്നു കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ സാമൂതിരി ഇത് കേൾക്കുന്നില്ല. ഈ ടൈമിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പരമാധികാരിയാണ്, അതായത് ട്രസ്റ്റിയാണ് സാമൂതിരി. അതുകൊണ്ടാണ് സാമൂതിരിയോട് തുറന്നു കൊടുക്കാൻ പറയുന്നത്. കാരണം ഈ ക്ഷേത്രത്തിലെ മേലധികാരി എന്നുള്ള രീതിയിൽ സാമൂതിരിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ശേഷം സത്യാഗ്രഹ കമ്മിറ്റി ഫോം ചെയ്യുകയാണ്. അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി എന്ന് പറയുന്നത് കേളപ്പനുമാണ്. അങ്ങനെ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സമരരീതി എന്ന് പറയുന്നത് അഹിംസയാണ്. നേതാവ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേളപ്പനാണ്. ഈ ഒരു സത്യാഗ്രഹത്തിൻ്റെ വനിതാ നേതാവ് എന്ന് പറയുന്നത് ആര്യ പള്ളമാണ്. അതുപോലെ തന്നെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. ഇനി ക്യാമ്പയിനുകളുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് TS സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. അപ്പം TS സുബ്രഹ്മണ്യ തിരുമുമ്പിനെ EMS എന്ത് വിളിക്കുന്നുണ്ട്, പാടുന്ന പടവാൾ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഒരു TS സുബ്രഹ്മണ്യ തിരുമുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ഷേത്രപ്രവേശനത്തിൻ്റെ ആവശ്യകത എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ട്. അടുത്തത് നമ്മൾ ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ജാഥകളാണ് പറയുന്നത്. പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് ജാഥ നടത്തിയത് AKGയും അതുപോലെ തന്നെ TS സുബ്രഹ്മണ്യ തിരുമുമ്പുമാണ്. ഈ ഗുരുവായൂർ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്, നമ്മുടെ VT ഭട്ടതിരിപ്പാടാണ്. ഇവിടെ വെച്ചുള്ള VTയുടെ ഒരു വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇനി അമ്പലങ്ങൾക്ക് തീ കൊളുത്താമെന്ന് പറയുന്നത്. ഇത് ഉണ്ണി നമ്പൂതിരിയിൽ VT ഒരു ലേഖനം ഇതേ ലേഖനത്തിൽ ഇതേ തലക്കെട്ടിൽ എഴുതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലൊക്കെ VTയുടെ ഉണ്ണി നമ്പൂതിരി നിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ജാഥയെ അഭിസംബോധന ചെയ്തത് എന്ന് പറയുന്നത് നമ്മുടെ വാഗ്ഭടാനന്ദനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്തറിയപ്പെടുന്നു, ഗുരുവായൂർ പ്രസംഗം എന്നാണ് അറിയപ്പെടുന്നത്. ശേഷം 1931 ഡിസംബർ 26 AKGയെ പോലീസ് മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വളണ്ടിയർ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത് PM കമലാവതിയെയാണ്.
അപ്പം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ AKGയെ മർദ്ദിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് സത്യാഗ്രഹികൾ എന്താണ് ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. അതിലുള്ളതാണ് കൃഷ്ണപിള്ള. അപ്പം കൃഷ്ണപിള്ള എന്നിട്ട് എന്ത് ചെയ്യാണ്, ഗുരുവായൂരിൽ മണിയടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഗുരുവായൂരിലെ മണി എന്താണ്, ബ്രാഹ്മണർക്ക് മാത്രമേ അടിക്കാൻ പറ്റൂ. അപ്പോൾ ഇദ്ദേഹം അടിക്കുന്നത് വഴി ഗുരുവായൂരിൽ മണിയടിച്ച അബ്രാഹ്മണനായിട്ടുള്ള നായരായി മാറുകയാണ് ആര്, ഇദ്ദേഹം, ഈ കൃഷ്ണപിള്ള. അങ്ങനെ ഇവിടെ ആചാരം ലംഘിക്കുകയാണ്, അതുപോലെ തന്നെ സമരരീതിയായിട്ടുള്ള അഹിംസയൊക്കെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൃഷ്ണപിള്ളയുടെ ഒരു കോട്ടുണ്ട്, ഉഷിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ അവൻ്റെ പുറത്തടിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്. ശേഷം 1931 ഡിസംബർ 26 ആചാര ലംഘനത്താൽ എന്താണ്, ഗുരുവായൂർ ക്ഷേത്രം അടച്ചിടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, സമരം തൽക്കാലം നിർത്തിവെക്കേണ്ടി വരുന്നു. ശേഷം 1932 ജാനുവരി 28 നട തുറക്കുമ്പോൾ എന്താണ്, കിഴക്കേ നടയിൽ സമരം പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗാന്ധിജി എന്താണ്, സന്ദർശിക്കുന്നില്ല. രണ്ടുപേരെ സന്ദർശനത്തിന് വിടുകയാണ് ചെയ്യുന്നത്. ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C. രാജഗോപാലാചാരി, അതുപോലെ തന്നെ കസ്തൂർബ ഗാന്ധിയാണ് വിടുന്നത്. അപ്പം ഈ രാജഗോപാലാചാരി കേളപ്പനോട് എന്ത് പറയും, ഈ സത്യാഗ്രഹം പരാജയമാണ്. കാരണം എന്താണ്, ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള അഹിംസ എന്നുള്ളൊരു സംഭവമാണല്ലോ ഇവർ സത്യാഗ്രഹ രീതിയായിട്ട് എടുത്തിട്ടുള്ളത്, അത് പാലിച്ചിട്ടില്ല. ശേഷം കേളപ്പൻ എന്ത് ചെയ്യും, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, നിരാഹാരം സ്റ്റാർട്ട് ചെയ്യാണ്. 1932 സെപ്റ്റംബർ 22 നിരാഹാരം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം 1932 ഒക്ടോബർ 2 നിർത്തിവെക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അല്ലേ, ഒക്ടോബർ 2 അന്ന് നിർത്തിവെക്കുകയാണ്. അങ്ങനെ 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വിജയിച്ചൊരു സമരമല്ല. ഇത്രയാണ് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പഠിക്കുന്നത്.